ഹലോ, ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ റാൻഡംലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റും സീസൺ 1 വിന്നറുമായിട്ടുള്ള സാബു മോന്റെ ഒരു ഇന്റർവ്യൂ കണ്ടത്. അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന് OCD ഉണ്ട്. ഓ അതാണ് അവന് സീറ്റ് മാറ്റി കഴിഞ്ഞാൽ അവന് പാനിക് ആകുന്നത്. പറഞ്ഞിട്ടുണ്ടോ ആളത്? എന്നോട് പറഞ്ഞു. ഓക്കെ. OCD ഞാൻ പറഞ്ഞില്ല. അവൻ നിങ്ങൾക്ക് ഡിസോർഡർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്കല്ലേ ഇപ്പൊ ഡിസോർഡർ? ഞാൻ പറഞ്ഞു എനിക്കും ഡിസോർഡർ ഉണ്ട്. നിന്റെ ഓർഡർ എനിക്ക് ഡിസോർഡർ ആണ്, എന്റെ ഓർഡർ നിനക്ക് ഡിസോർഡർ ആണ്. സീറ്റ് മാറിക്കഴിഞ്ഞാൽ വിഷയമാണ്. ഞാൻ ചോദിച്ചു, ഈ ബിഗ് ബോസിനകത്തുള്ള മുഴുവൻ സാധനം എല്ലാവരുടെയും അല്ലേ? പിന്നെ ഹൂ അറിയോ? അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ളൊരു ക്ലെയിം ചെയ്തത് വളരെ മോശമായി പോയി എന്നുള്ളതും ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. OCD പോലത്തെ അല്ലെങ്കിൽ ഏതൊരു മാനസിക രോഗമാണെങ്കിലും പ്രൊഫഷണൽസ് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അസസ്മെന്റിന് ശേഷം ഒരുപാട് ഫോളോ അപ്പിന് ശേഷമാണ് ഒരാൾക്ക് അത് ഉണ്ട് എന്നുള്ള കാര്യം ഡയഗ്നോസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു റിയാലിറ്റി ഷോന്റെ ബേസിസിൽ നമ്മൾ അയാൾ ഒരു കാര്യം റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് ട്രേറ്റ്സ് ഒന്നും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരാൾക്ക് OCD പോലത്തെ ഒരു അസുഖമുണ്ട് എന്നുള്ളത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചില ആൾക്കാർക്ക് തണുപ്പ് കാലമൊക്കെ വരുന്ന സമയത്ത് മൂക്കിൽ നിന്ന് ചോര വരിക, അല്ലെങ്കിൽ പനി വരിക, ഇമ്മ്യൂണിറ്റി പവർ കുറയുക, വായിൽ നിന്ന് ചോര വരിക, അതൊക്കെ വെച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷനും ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണോ, അതേപോലെ തന്നെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു റിയാലിറ്റി ഷോന്റെ ബേസിസിൽ പ്രത്യേകിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഡയഗ്നോസ് കാര്യങ്ങളൊന്നും ചെയ്യാതെ അയാൾക്ക് OCD പോലത്തെ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ OCD പോലത്തെ ഒരു അസുഖമുണ്ട് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. സോ മെഡിക്കൽ ടേംസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു സൈക്കോളജിക്കൽ ക്ലിനിക്കൽ ടേമും നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ ഇല്ലാതെ സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നിയ പോലെ ഒരു ഇന്റർവ്യൂലെല്ലാം വന്നിട്ട് ഒരു റിയാലിറ്റി ഷോന്റെ ബേസിസിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്.